ഇന്ന് നമ്മളൊരു ചക്കപ്പുഴുക്കുണ്ടാക്കാനാണ് പോകുന്നത്. ചക്കയുടെ സീസണല്ലാത്ത ഈ ഒരു സമയത്ത് എങ്ങനെയാണ് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുക? അതിനാണ് നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വച്ചിരുന്ന 2-3 മാസം മുമ്പ് ഫ്രീസറിൽ നമ്മൾ സൂക്ഷിച്ചു വെച്ച ചക്ക എടുത്തിട്ടാണ് നമ്മൾ ചക്കപ്പുഴുക്കുണ്ടാക്കുന്നത്. ചക്ക ഫ്രീസറിൽ സൂക്ഷിക്കാം എന്ന ഒരു വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിരുന്നു. അന്ന് നമ്മൾ എടുത്തു വെച്ച ചക്കയാണ്. ചുള പറിച്ച് വൃത്തിയാക്കി നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. ആ ചക്ക നമ്മൾ ഇന്നെടുത്ത് പുഴുക്കുണ്ടാക്കുകയാണ്. അതിനൊരു കുഴപ്പവും വന്നിട്ടില്ല. എല്ലാം അതേപോലെ ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. നമുക്കിത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് കഴുകി ആ സ്റ്റിഫ്നെസ്സൊക്കെ മാറിയതിന് ശേഷം ഇത് വേവിച്ച് എടുക്കാം. ചക്കയായാലും മാങ്ങയായാലും നമുക്ക് ഫ്രീസറിൽ ഒരുപാട് നാൾ സൂക്ഷിച്ച് വെക്കാം. ഓഫ് സീസൺ സമയത്ത് നമുക്കിതൊക്കെ കഴിക്കാൻ കൊതി തോന്നും. ആ സമയത്ത് നമ്മുടെ കയ്യിൽ ഇത് ഫ്രീസറിൽ നിന്നെടുത്ത് ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ. തണുപ്പ് വിട്ടതിന് ശേഷം ചക്ക ചെറുതായി അരിഞ്ഞ് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പുപൊടിയും ചേർത്ത് വേവിക്കാം. അപ്പോൾ ഒരുവിധം വെന്ത് വരുമ്പോൾ തന്നെ നമുക്ക് ചക്ക പഴയ രൂപത്തിൽ നമ്മൾ സാധാരണ ഫ്രഷായിട്ട് പറിച്ചെടുത്ത അതേ രൂപത്തിലുള്ള ചക്കയായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു അരപ്പ് തയ്യാറാക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് നാളികേരം, ചെറിയ ഉള്ളി, കുറച്ച് വെളുത്തുള്ളി, ജീരകം, ഒരു പച്ചമുളക്, വലിയൊരു പച്ചമുളക് ആണ് ഇടുന്നത്. വീട്ടിലുണ്ടായ നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഒരെണ്ണം ചേർത്താൽ മതി. 2 ചെറിയ കഷ്ണം ഇഞ്ചി ഇത് ചേർത്ത് നമ്മൾ അരച്ച് വയ്ക്കുകയാണ്. ചീഞ്ചട്ടി ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കുറച്ച് വറ്റൽമുളകും കൂടെ മൂപ്പിച്ച് വേപ്പിലയും ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്ക നമ്മളിതിലേക്കിട്ട് നന്നായി ഇളക്കുകയാണ്. ആ സമയത്ത് ഉപ്പ് ആവശ്യമെങ്കിൽ കുറച്ചുകൂടി ചേർക്കാവുന്നതാണ്. ഇനി നമ്മൾ അരച്ച് വെച്ച ആ അരപ്പ്, തേങ്ങയും ഒക്കെ ചേർത്ത് അരച്ചത് നമ്മളിതിലേക്ക് മിക്സ് ചെയ്യുകയാണ്. നല്ലപോലെ ചേർത്ത് ഇളക്കി വരുമ്പോൾ നമ്മുടെ ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കപ്പുഴുക്കാണ്. നമ്മൾ ഫ്രീസറിൽ വെച്ചത് കൊണ്ട് ഇതിൻ്റെ ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസവും ഇല്ല. ഫ്രഷായി നമ്മൾ ചെയ്ത ചക്കപ്പുഴുക്ക് പോലെ തന്നെയാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ അയിലക്കറിയാണ് ചേർത്ത് കഴിക്കുന്നത്. കുടംപുളി ഇട്ട് വെച്ച നല്ല അയിലക്കറിയുടെ കൂടെ നമ്മുടെ ചക്കപ്പുഴുക്ക് അടിപൊളി സ്വാദാണ്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക.